ഒന്നുകൂടെ തിരിച്ച് പുറകോട്ട് പോവാണ്. ഈ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും കാര്യം പറഞ്ഞത്. ഈ അച്ഛൻ എപ്പോഴാണ് മരിച്ചതെന്ന് പറഞ്ഞത്? കൃത്യമായി പറഞ്ഞാൽ മഹാരാജാസ് കോളേജിൽ അഡ്മിഷന് പോകുന്ന എൻ്റെ ഒരു വലിയ മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്തായിരുന്നു വെച്ചാൽ, ഞാൻ ഈ മാത്തമാറ്റിക്സും സയൻസും ഒക്കെ സാമാന്യം നന്നായിട്ട് പഠിച്ചിരുന്ന ഒരാളാണ്. എൻ്റെ ഒരു മഹത്വം കൊണ്ടല്ല, എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ മഹത്വം കൊണ്ട് എന്നെപ്പോലെ ഒരാളെ പോലും അത് നന്നായിട്ട് പഠിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അന്നൊരു ഗൂഢമോഹം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ എൻജിനീയർ ആകണം എന്നായിരുന്നു. എന്നിട്ട് ആ രംഗത്ത് കുറേ ഗവേഷണമൊക്കെ നടത്തിയിട്ട് പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാക്കണം. അന്നത്തെ ഒരു സയൻറ്റിസ്റ്റ് ആവണോ? അല്ല, ഈ സാങ്കേതിക വിദ്യാ രംഗത്തേക്ക് വരണം. എന്നിട്ട് ഇതിനെയൊക്കെ പ്രയോഗത്തിലെത്തിക്കുന്ന പല കാര്യങ്ങൾ, ഈ പാലങ്ങൾ ഇങ്ങനെ അല്ലാത്ത വേറൊരു തരത്തിൽ പണിയാൻ പറ്റുമോ, ഞങ്ങളിങ്ങനെ ചർച്ചയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞില്ല. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമയം എനിക്ക് ചിലവഴിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ആർട്സ് എടുത്ത് പഠിക്കുന്നത്. ഇക്കണോമിക്സ് ആയിരുന്നു പഠിച്ചത്. ഇക്കണോമിക്സ് പഠിച്ച് പാസ്സായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഗുരുനാഥൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന കോളേജിൽ പ്രൊഫസർ കെ രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഫിലോസഫി അധ്യാപകനായിരുന്നു. അപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ എക്കണോമിക്സ് ചേരണം എന്നൊരു എക്കണോമിക്സിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ രാമേന്ദ്ര സാർ, യു കം ടു ഫിലോസഫി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫിലോസഫി പഠിക്കാൻ വേണ്ടി വരുന്നത്. അദ്ദേഹമാണ് ഈ ഫിലോസഫി ഒരു രസകരമായ വിഷയമാണ് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയത് പ്രൊഫസർ കെ രാമേന്ദ്രൻ നായരാണ്. അദ്ദേഹം ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ പാശ്ചാത്യ തത്വശാസ്ത്രവും പൗരസ്ത്യ ദർശനങ്ങളും ലോക സാഹിത്യവും ഇന്ത്യൻ ലിറ്ററേച്ചറും ഇതെല്ലാം രസാവഹമായിട്ട് കലർത്തി പറയാനുള്ള സാമാന്യ പാഠവം ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. സാറ് ഫിലോസഫിയാണ് പഠിച്ചത്, വളരെ നന്നായിട്ട് പഠിച്ചു എന്നുള്ളത് സാർ ഇപ്പോൾ പ്രൂവ് ചെയ്തു. ഇല്ല, നന്നായിട്ട് പഠിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ച ചോദ്യം ഇതൊന്നും അല്ലായിരുന്നു. അച്ഛൻ മരിച്ചത് എപ്പോഴെന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് പറഞ്ഞു ഫിലോസഫി അല്ല. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അച്ഛൻ എൻ്റെ തലേന്നാണ് മരിക്കുന്നത്. ഈ അഡ്മിഷൻ്റെ തലേ. അത് കാരണം എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പിന് ചേരാൻ കഴിഞ്ഞില്ല. അന്ന് പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ് ചെയ്തത്. ഒരു സ്ട്രെസ്ഫുൾ യങ്ങർ സ്റ്റേജിൽ നിന്നും നമ്മളെ ജീവിതം നമ്മൾ എന്തെങ്കിലും ആകണമെന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി ഇതിൽ നിന്നും അതൊക്കെ ശരിയാണ്. എന്തായാലും ഞാൻ ആ ലോഹിയെക്കുറിച്ചൊരു അനുസ്മരണം എഴുതിയപ്പോൾ, ലോഹിയദാസിനെ കുറിച്ചൊരു അനുസ്മരണം എഴുതിയപ്പോൾ ഞാനൊരു വാചകം എഴുതി വെച്ച്, ഓർക്കാൻ വേണ്ടിയെങ്കിലും ബാല്യകാലത്ത് കുറേ നല്ല അനുഭവങ്ങളുണ്ടാകണം, ഇല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവ് എന്നേക്കുമായിട്ട് ഇല്ലാതെയാകുമെന്ന്. പിന്നീട് നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. ആളുകളിങ്ങനെ ആഹ്ലാദിക്കുന്ന കാണാറില്ല. എനിക്കത് അത്ഭുതത്തോടുകൂടി നോക്കാനേ പറ്റുള്ളൂ. എനിക്കങ്ങനെ അങ്ങനെ ഒരു ആഹ്ലാദം എനിക്കുണ്ടാകാറില്ല. എന്താണെന്നറിയാൻ പാടില്ല, ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ആഹ്ലാദം മാത്രമല്ല, ആനന്ദമാണ് വരുന്നത്. ആനന്ദം വേറെ, ആഹ്ലാദം വേറെ. നമുക്ക് എന്നാലും ഒന്ന് ആഹ്ലാദിച്ചാലോ? ഇപ്പം ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാൻ ഒരാവണി തന്നലായി മാറി. രണ്ടുപേരും പാടാമോ? പാടില്ല ഞാൻ, കാരണം എനിക്ക് പാട്ടിനോട് വലിയ ആദരവുള്ള ഒരാളാണ്. നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തന്നലായി മാറി.